C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സത്യം പറഞ്ഞാൽ താൻ ആലോചിക്കുമ്പോഴേ പേടിയാണ്. ഇനി ആ ആലോചന ഏതറ്റം വരെ നീളും എന്നറിയില്ലല്ലോ. സാറിന് പേടിക്കണ്ട, നല്ലത് മാത്രമേ ശ്രീലക്ഷ്മി ഇനി ആലോചിക്കുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വലിയ വീട്ടിൽ ഞാനും താനും ഒറ്റയ്ക്ക്, ബോറടി സ്വാഭാവികം. തിരികെ പോണോ നമുക്ക്? ബോറടി ഒന്നുമില്ല. ഞാൻ താമസിക്കുന്നത് സാറിന്റെ കൂടെ അല്ലേ. അതിന് ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായാലും ലക്ഷങ്ങൾ വന്നുകൂടുന്ന തൃശൂർ പൂരത്തിനായാലും ശ്രീലക്ഷ്മിയോടൊപ്പം രവിചന്ദ്രവർമ്മൻ ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും സ്വർഗമാക്കാൻ എനിക്ക് സാധിക്കും. ഓ എന്റെ അമ്മേ, താൻ ഈയിടെയായിട്ട് ഭയങ്കര റൊമാൻറ്റിക് സംഭാഷണ ശകലങ്ങളാണല്ലോ മൊഴിയുന്നത്. അങ്ങനെയുള്ള ആളോടൊപ്പം അല്ലേ സഹവാസം. ഓ, ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അമ്മയും അനിയനെയും അനിയത്തെയും ഒക്കെ സാറിന് മിസ് ചെയ്യുന്നുണ്ടല്ലേ? സത്യം പറഞ്ഞ കുറച്ച്. എന്റെ ബോറടിയെ പറ്റി ചോദിച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി. അത് ഞാൻ എങ്ങനെയാ തനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്? വേറൊന്നുമില്ല. നമ്മൾ രണ്ടാളും ഇതുപോലെ പരസ്പരം സ്നേഹിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കണം. കൂടെ അമ്മയും രഘുവും അനിയത്തിക്കുട്ടിയും, പിന്നെ സുദർശന അവർകളും സരോജാമ്മയും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം. ഇനി സാറ് കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. സാറിന്റെ മനസ്സിലുള്ള അതേ അർത്ഥത്തില് എനിക്ക് ആ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഓ, അത് മതി. സത്യം പറഞ്ഞ എന്തെങ്കിലും ശ്രീലക്ഷ്മിയെ കാണുമ്പോ ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു. എനിക്ക് ആകെ പരിചയം ഈ വീട്ടിലിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുള്ള പരിചയമാ. എന്നെ അറിയാന്ന് ശ്രീലക്ഷ്മി പറയുന്നു. അതെങ്ങനെയാന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. രാഗസുധയ്ക്ക് എന്നെ അറിയില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ രാഗസുധ എന്ന പേരിനും വ്യക്തിക്കും എന്റെയും എന്റെ ഭർത്താവിന്റെയും ജീവന്റെ വിലയുണ്ട്. എന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നപരിഹാരമാണ് രാഗസുധ. സുധയിലൂടെ വേണം എനിക്ക് ഓരോ പ്രശ്നങ്ങളുടെയും ചുരുളഴിക്കാൻ. സത്യം പറഞ്ഞ ശ്രീലക്ഷ്മി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പ്രശ്നങ്ങള്? ഞാനെന്ത് പരിഹരിക്കണമെന്നാ ശ്രീലക്ഷ്മി ഉദ്ദേശിക്കുന്നത്? അതും ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാതെ ഞാൻ മുഖേന. അതാണ് സുധാവിധി എന്ന് പറയുന്നത്. ഞാൻ തേടി നടന്നിട്ടും എന്റെ കൺമുന്നിൽ വരാതെ, കൺമുന്നിലുണ്ടായിട്ടും ഞാൻ കാണാതെ എന്റെ വീട്ടിൽ എന്റെ അച്ഛനോടും അമ്മയോടൊപ്പം എനിക്ക് പകരക്കാരിയായി രാഗസുധ അവിടെ എത്തിച്ചു. വിധിയും സുധ വിശ്വസിച്ചിരുന്ന മുത്തുമാരിയമ്മയുടെ അനുഗ്രഹവും ഒന്നിച്ചപ്പോ എനിക്ക് കിട്ടിയത് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആളിനെയും എന്റെ ജീവിതം തന്നെ തിരികെ തരാൻ പ്രാപ്തിയുള്ള ആളിനെയാണ്. രാഗസുധ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിൽ പരിചയമില്ലാത്ത ആളല്ല. ഈ ലോകത്ത് ഒരു ശക്തിക്കും പിരിക്കാൻ പറ്റാത്തൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. രാഗസുധ എന്റെ സഹോദരിയാണ്. ശ്രീലക്ഷ്മിയുടെ സ്വന്തം സഹോദരി. ശ്രീലക്ഷ്മി എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെ സാധ്യമാവും? ഞാൻ എല്ലാം സുധയോട് തുറന്നു പറയാം. പക്ഷെ അത് ഇന്ന് രാത്രി ഈ ഫോണിൽ കൂടിയല്ല, നേരിട്ട് നാളെ പകൽ. നാളെ എന്റെ വലിയൊരു കാത്തിരിപ്പിന് വിരാമാവുന്ന ദിവസം, കണ്ണു നിറയെ ഞാൻ എന്റെ സഹോദരിയെ കാണുന്ന ദിവസം. അല്ല, എനിക്കറിയാം രാഗസുധയ്ക്കിപ്പോ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ടെന്ന്. എല്ലാ സംശയങ്ങളും നമ്മൾ നേരിട്ട് കാണുന്നതോടെ തീരും. ഈ രാത്രി ഒന്ന് പുലരും വരെ മാത്രം രാഗസുധ ക്ഷമിച്ചാ മതി. പിന്നെ സുധ ഫോൺ വെച്ചോളൂ.
അങ്കിളൊരു കാര്യം പറയാതിരിക്കായിരുന്നു. എന്താ അങ്കിളെ? അല്ല, മോൾ ഇന്ന് കടയിലേക്ക് വരണമെന്നില്ല. അതെന്താ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മോളെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസുള്ള സ്ഥിതിക്ക് ഇന്നിനിയും ചിലപ്പോ പോലീസുകാർ അന്വേഷിച്ചു വന്നിരിക്കും. അവര് വന്ന് എങ്ങനെ പെരുമാറുമെന്നോ എന്തു പറയുമെന്നോ അറിയില്ലല്ലോ. അത് ശരിയാ മോളെ. മോൾ ഇന്ന് വീട്ടിലേക്ക് പൊയ്ക്കോ. അവരാരെങ്കിലും വന്നാല് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളാം. നിങ്ങളെ രണ്ടുപേരെ ആദ്യം എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? നിങ്ങൾക്ക് രണ്ടാൾക്കും പേടി പോലീസിനെയാണോ അങ്കിളുടെ ആന്റിയുടെ മകൾ ശ്രീലക്ഷ്മിയാണോ? രണ്ടായാലും നിങ്ങൾ പേടിക്കണ്ട. എന്റെ വഴിയും ലക്ഷ്യങ്ങളും വേറെയാ. അതിലൊരിക്കലും ശ്രീലക്ഷ്മിക്ക് ഒരു പങ്കും ഉണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ലക്ഷ്യത്തിലെത്താൻ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെ എന്റെ മുന്നിൽ എത്തിച്ചു തരണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ആ ഒരു സഹായി ആരാണെന്നുള്ളത് ഈശ്വരൻ എനിക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി. ആ ബോക്സ് തന്നെ, അതിന് തുറക്ക്. ആ ബോക്സ് തുറക്കണോ? എന്താ ശ്രീലക്ഷ്മി, ബോക്സ് തുറക്കുന്നില്ലേ? എനിക്ക് ശ്വാസം മുട്ടുന്നു, വേഗം തുറക്ക്. രാവിലെ തന്നെ എന്നെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? കാണിച്ചു തരാം ഞാൻ ഇനി സാറിനോട് മിണ്ടില്ല. ഏയ് ഏയ്, അയ്യോ കുഴപ്പമായോ? എന്തു കുഴപ്പം? എന്റെ ശ്രീലക്ഷ്മി, പിണങ്ങിയോ താൻ? വേണ്ട, കൂടുതൽ ശൃംഗരിക്കൊന്നും വേണ്ട. ഞാൻ ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞാ മിണ്ടില്ല. ഓ, ഞാൻ വിശ്വസിച്ചു. പിണങ്ങാനല്ലേ ഇത്രയും ദൂരം ഇവിടെ വന്ന് താമസിക്കുന്നത്? ശരി, മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട, സാരമില്ല. അപ്പോ ഈ ബോക്സിലുള്ളത് എനിക്ക് മാത്രം. അയാളാണെങ്കിൽ വേറൊന്നും പറയുന്നുമില്ല. മണിക്കൂറുകൾ നിമിഷങ്ങൾ പോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇതുവരെ അവളെ കണ്ടെത്താതിരുന്നതിന് എന്നോട് ക്ഷമിക്കണം രവി. നമ്മുടെ സെക്യൂരിറ്റീസ് എല്ലാവരും രാഗസുധയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. ഇതുവരെ അവളെ കണ്ടെത്താനാവാത്തത് എന്റെ മിസ്റ്റേക്കാണ്. ഞാനത് സമ്മതിക്കുന്നു. അതോടൊപ്പം ദിവസങ്ങൾ കഴിയുന്തോറും ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിക്കപ്പെടാതെ പോകുമോ എന്നൊരു ഭയവും ഉണ്ട് എനിക്ക്. ഞാനും അവളും ഇനി ഒന്നുകൂടി നേർക്കുനേർ കാണുന്ന സമയം, സാഹചര്യം, അതിനനുസരിച്ചായിരിക്കും അവള് ജീവിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ. ഒരു ദയയെ അവൾ അർഹിക്കുന്നില്ല. ഒരു കുമ്പസാരത്തിന് ഞാൻ സമയവും കൊടുക്കില്ല. അവൾ കാരണം എന്റെ തല നിന്റെ മുന്നിൽ താണുവെങ്കിൽ അതിന്റെ പ്രതിവിധിയും എന്റെ കയ്യിലുണ്ട്. നിന്നെ കുറ്റപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ആ അർത്ഥത്തിലല്ല ഞാൻ നിന്നോട് സംസാരിച്ചത്. അവളെ കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് രാജാ, എന്റെ ആവശ്യമാണ്. ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, എന്റെ സ്ട്രെസ്, മനസ്സമ്മാനത്തോടെ എനിക്ക് ശ്രീലക്ഷ്മിയോടൊപ്പം ജീവിക്കണം രാജാ. കോളനിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശ്രീലക്ഷ്മിക്ക് ഊഹിക്കാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര ഉയരത്തിലായിരുന്നു രാധസുധ എന്ന എന്റെ നിലയും വിലയും ജീവിതവും. ഇപ്പൊ കാണുന്ന ഈ രാധസുധ അല്ലായിരുന്നു ഞാനെന്ന്. നല്ലൊരു മകളായിരുന്നു. എന്റെ നന്ദിനി ചേച്ചിയുടെ പ്രിയപ്പെട്ട അനിയത്തിയായിരുന്നു.
പക്ഷെ ആ സ്ഥാനമാനങ്ങളൊക്കെ എനിക്ക് എന്തോ നഷ്ടമായി. നഷ്ടമായതല്ല, എന്നെ അങ്ങനെ ആക്കി തീർത്തെന്ന് പറയുന്നതാ ശരി. എന്റെ ചേച്ചിയെ ഇല്ലാതാക്കിയ, എന്നെ ഈ നിലയിലേക്ക് ചവിട്ടി താഴ്ത്തിയവരെ ഇല്ലാതാക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. മാത്രമല്ല, എന്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ ഞാൻ പാടെ ഉപേക്ഷിച്ചിട്ടാ നാട് വിട്ടത്. അങ്ങനെയുള്ള ഞാൻ ഇനി ഒരിക്കലും ഓർക്കാത്ത ദിവസങ്ങളിൽ, മറന്ന മുഖങ്ങളിൽ ഒരു തവണ പോലും ഞാൻ ഈ മുഖം കണ്ടിട്ടില്ല. എന്റെ ഓർമ്മയിലേ ഇല്ല. ശ്രീലക്ഷ്മി ഞാൻ ആദ്യമായിട്ട് കാണുന്നതും നേരിട്ട് സംസാരിക്കുന്നതും ദാ ഇന്ന് ഇവിടെ വെച്ചാ. ബന്ധങ്ങൾ ബന്ധനങ്ങളായി കണ്ട് ജീവിക്കുന്ന രാഗസുധ എന്ന എനിക്ക് ഇനിയും ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യമില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ സഞ്ചരിക്കുന്ന എനിക്ക് ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങി അവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നത് ഇഷ്ടവുമല്ല. സത്യം പറഞ്ഞ സുദർശൻ അങ്കിളും സരോജ ആന്റിയും എന്നോട് കാണിക്കുന്ന സ്നേഹത്തില് നല്ല ആശങ്കയുണ്ട് എനിക്ക്. അവരിപ്പോ ശ്രീലക്ഷ്മിയുടെ സ്ഥാനത്ത് എന്നെ സങ്കല്പിക്കുമെന്ന ഭയമുണ്ട്. അതിനുള്ള അവസരം കൊടുത്ത് അവസാനം അവരെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്റെ ലക്ഷ്യം നിറവേറ്റാൻ ആ ഒരു സ്ഥാനം എനിക്ക് തടസ്സമാവും. ഏതു നിമിഷവും ഞാനിവിടെ വിട്ടുപോകും. ഒന്നുകിൽ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത ഇരുമ്പഴിക്കുള്ളിൽ, അതുമല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ ലോകത്ത്, എന്റെ ചേച്ചിയുടെ തൊട്ടടുത്ത്. അതെ, സത്യം. ചേച്ചിയുടെ തൊട്ടടുത്ത് തന്നെയാ രാഗസുധ ഇപ്പോഴും. ഞാൻ തേടി അലഞ്ഞ് കണ്ടുപിടിക്കാനാകാതെ ഈശ്വരനായിട്ട് മുന്നിൽ നിർത്തി തന്നിരിക്കേ ഇപ്പോ. നിന്നെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു. എന്തിനാ ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുന്നേ? അങ്കിളിനോട് ആന്റിയോട് എനിക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ പുറത്താണ് ശ്രീലക്ഷ്മിയോട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് തന്നെ. ആ സ്വാതന്ത്ര്യം ശ്രീലക്ഷ്മി മുതലെടുക്കുന്നെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആരെയും വിശ്വസിക്കരുത്, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കരുത് എന്ന വരിയ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പാഠം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശ്രീലക്ഷ്മി കൂടി എന്നെ പറഞ്ഞു പറ്റിച്ചവരെ കൂട്ടത്തിലാകരുത്. അങ്കിള് പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണയുടെ പുറത്താ നീ ഇതൊക്കെ പറയുന്നതെന്ന് കേൾക്കാൻ എനിക്കിഷ്ടം. അവരെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ അവരുടെ മുന്നിൽ വെച്ച് ഞാനിതൊന്നും പറയാത്തത്. സോ പ്ലീസ്. ഇപ്പൊ ഈ സമയത്ത് ഞാൻ തന്നെയാണ് രാഗസുധയുടെ മരിച്ചുപോയ ചേച്ചി രാജനന്ദിനി എന്ന് പറഞ്ഞാലും രാഗസുധ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. കൂടുതൽ പ്രശ്നങ്ങളാവുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അത് തുറന്നു പറയണ്ട എന്നതാണ് ശരിയായ തീരുമാനം. ആ മേഡം ഇറങ്ങിയോ? ഇറങ്ങി സാർ. കണ്ടോ? കാണാം സാർ. നിങ്ങൾ ഫോളോ ചെയ്തോ, ഞാൻ പിന്നാലെയുണ്ട്. ഓക്കെ സാർ, വണ്ടി എടുത്തോ. എടോ നജീബേ, നമ്മൾ ശ്രീലക്ഷ്മി മാഡത്തിന്റെ ക്യാബിനിൽ എത്തിയോ? ആ എത്തി. ഇവിടെ ഉള്ളത് ശ്രീലക്ഷ്മി മാഡം തന്നെയാണല്ലോ അല്ലേ? അതോ? ഞാൻ തന്നെയാ. എന്താ ത്രിവിക്രമനങ്ങള്? ആ, മോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നജീബേ, ഇനി നീ പൊയ്ക്കോ. ആ ശരി.
ശ്രീലക്ഷ്മി മോളെ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് മോളോടൊരു കാര്യം പറയാനാ. എന്താ അങ്കിള്? ഞാൻ പറയുന്ന കാര്യം മോള് ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ചു നാള് മുമ്പ് രവിസാറും മോളും അകന്നു നിന്നില്ലേ? ആ സമയത്ത് ഇവിടെ ചില മുതലെടുപ്പൊക്കെ നടത്തി. മുതലെടുപ്പോ? ആര്? എന്ത് മുതലെടുപ്പ്? ആ പറയാം. ആ സാൻഡ്ര മാഡം ആളത്ര ശരിയല്ല മോളെ. മോളില്ലാത്ത സമയത്തൊക്കെ ആ രവിസാറിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രവിസാർ ഇതിലൊക്കെ നിരപരാധിയാ. ഞാനും കുറച്ചൊക്കെ അറിയുകയും കാണുകയും ചെയ്തു അങ്കിളെ. എങ്കിൽ മോൾ അറിഞ്ഞതും കണ്ടതും മാത്രമല്ല, അല്ലാതെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓഫീസിൽ പല കഥകളും കേൾക്കുന്നുണ്ട്. എന്ത് കഥകള്? ഒരു അസുഖക്കാരിയായ ശ്രീലക്ഷ്മിയെ കളഞ്ഞിട്ട് തന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന സാൻഡ്ര മാഡത്തിനെ സാറിനെ കൂടെ കൂട്ടിക്കൂടെയെന്നാണ് ഇവിടെ പലരുടെയും അഭിപ്രായം. തന്റെ കുറവുകൾ മനസ്സിലാക്കി രവി സാറിനെയും സാൻഡ്ര മാഡത്തിനെയും ഒരുമിച്ച് ജീവിക്കാൻ മോൾ അനുവദിക്കണമെന്നാണ് വേറെ പലരുടെയും അഭിപ്രായം. നിങ്ങൾ പൊയ്ക്കോ. സാൻഡ്ര, എന്ത് പറ്റി? സാൻഡ്ര, 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 നീ പറഞ്ഞ ഡോക്യുമെന്റ്സ്. ആദ്യം ഇത് സൈൻ ചെയ്തു തരാൻ അവർ സമ്മതിച്ചില്ല. പറഞ്ഞതിൽ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. പിന്നെ എന്റെ ചില വിരട്ടലുകളും. ഞാൻ വന്ന് സമാധാനപരമായിട്ട് ഇത് ഡീൽ ചെയ്യാൻ ശ്രമിച്ച നടക്കില്ലെന്ന് എനിക്കറിയാം. അതാ ഞാൻ നിന്നെ തന്നെ പറഞ്ഞു വിട്ടത്. അല്ല, ഇനി എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞില്ല? ശ്രീലക്ഷ്മിയോടൊപ്പമുള്ള മനോഹരമായ ജീവിതം ഇനിയെങ്കിലും എനിക്കത് സാധ്യമാക്കണം. മനസ്സമാധാനമായി ഞാനും ശ്രീലക്ഷ്മിയോടൊപ്പമുള്ള കുറെ നല്ല ദിവസങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ. വേറൊന്നിനെ കുറിച്ചും ഞാനിപ്പോ ആലോചിക്കുന്നില്ല രാജാറാം. അങ്ങനെ പൂർണ്ണമായി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ശത്രുക്കൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തും ശത്രുക്കൾ നമുക്കുണ്ടല്ലോ രാജാറാം. പടവെട്ടിയും പൊരുതിയും തന്നല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയതും. നമ്മുടെ മുന്നിൽ വരാതെ മറഞ്ഞു നിൽക്കുന്ന ശത്രുക്കളെ നമ്മൾ തേടിപ്പിടിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാലും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം നമുക്ക് അവരെ അല്ലല്ലോ, അവർക്ക് എന്നെയല്ലേ ആവശ്യം. അതുകൊണ്ട് അവരെന്നെ. എന്നാണ് തനിക്ക് റിവോൾവർ കിട്ടിയത്? 2 ദിവസം മുമ്പ്. എന്നിട്ട് ആ ദിവസം തന്നെ എന്താണ് സ്റ്റേഷനിൽ അറിയിക്കാത്തത്? ഇന്നാണോ ഓർമ്മ വന്നത്? അതോ ഇതുകൊണ്ട് ആരെങ്കിലും കൊല്ലാനോ വല്ല ബാങ്ക് കൊള്ളയടിക്കാനും പ്ലാൻ ചെയ്യുകയായിരുന്നു? സത്യം പറയണം, എന്തായിരുന്നു നിന്റെ പ്ലാൻ? ഒന്നും തോന്നരുത് സാർ. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ടാണ് തോക്ക് കിട്ടിയ ദിവസം തന്നെ വരാതിരുന്നത്. ആശുപത്രിയിലായിരുന്നു. തന്റെ നാടെവിടെയാ? വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് സ്വന്തം പറയാൻ ആരുമില്ല സർ. സുദർശൻ ഞങ്ങളുടെ കൂടെ ഞാനിപ്പോ താമസിക്കുന്നത്. ആ തലയിൽ തട്ടോന്ന് മാറ്റിക്കേ.
എന്താ മുഖം കാണിക്കാൻ ഇത്ര മടി? പിടികിട്ടാ പുള്ളി വല്ലതാണോ? അല്ല സർ. എന്റെ സഹോദരിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഒരു പരാതി തരാൻ വന്നതാ. രാഗസുധ എന്ന. കാണാതായിട്ട് എത്ര ദിവസമായി? 20 വർഷം കഴിഞ്ഞു. തന്റെ ഫുൾ നെയിം സുധയെന്നല്ലോ. ശരിക്കുള്ള പേര് രാഗസുധയൊന്നോ മറ്റോ അല്ലേ? അതെ സർ. എന്താ അത് പറയാഞ്ഞ്? നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ടല്ലോ. കംപ്ലൈന്റോ? എത്ര നാളായി രാഗസുധ ഈ സുദർശന്റെ കൂടെ താമസമായിട്ട്? കുറച്ച് ദിവസമായിട്ടുള്ളൂ സർ. അതിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു താമസം? സർ, അതിനു മുമ്പ് ഞാൻ തമിഴ്നാടിനടുത്തുള്ള മുത്തുമാരിയമ്മ ക്ഷേത്രത്തിനടുത്തായിരുന്നു താമസിച്ചിരുന്നത്. മുമ്പ് ഞാൻ ചോദിച്ച അതേ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ബന്ധുക്കളായി ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ, ആരുമില്ല. കഴിഞ്ഞ 20 വർഷമായി ഞാൻ തനിച്ച. ക്ഷേത്രങ്ങളെ ആശ്രമമാണ് എനിക്ക് ഏക ആശ്രയമായി ഉണ്ടായിരുന്നത്. സാർ, ആരാണ് സാർ ഈ കുട്ടിയുടെ പേരിൽ കംപ്ലൈന്റ് തന്നത്? എന്തായിരുന്നു സാർ കംപ്ലൈന്റ്? 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയെ കാണാതായെന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരണമെന്നുമാണ് പരാതിയിലുള്ളത്. സർ. ഓ അയ്യോ. സർ, ഒരു മിനിറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.